എത്ര പെട്ടെന്ന് വിളിച്ചിടും ക്ലീൻ ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. നമ്മുടെ പോകുമ്പോൾ നമുക്ക് സ്ഥലവും കയറി കിടക്കുമ്പോൾ നനയുന്നു. അതിനപ്പുറത്തുള്ള വാഴക്കൃഷിക്ക് ഇന്നത്തെ മഴയിൽ വീണിട്ടുണ്ട്. പരിപാടി എന്താ വെച്ചാൽ ചെമ്പൂട്ടിന് ഒരു കൂട് സെറ്റാക്കി ഉണ്ടായിരുന്നു. അപ്പം അതിൽ മഴ കൊള്ളണ്ടാവും. ഇപ്പം രാത്രി അമ്മ അയച്ചിടും, രാവിലെ ഇടക്ക് കൂടുതലിടുമ്പോൾ മഴ കൊള്ളുന്നുണ്ട്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഒരു ഷീറ്റും കൂടി ഇട്ടാൽ സെറ്റാവും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. കൃഷിയൊക്കെ ഉണ്ട് ഇതിൽ. സക്കർ, അയ്യോ സക്കറിനെ കാണുന്നില്ല. സക്കറുണ്ട്, എന്ത് കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഷാർക്കുണ്ട്. ഷാർക്ക് ഒരെണ്ണത്തിനൊന്ന് പിടിച്ചപ്പോൾ ഉണ്ടാവാൻ പോയതാണ്, പക്ഷെ ഇതുവരെ ചെത്തിട്ടില്ല. ഫുഡ് എടുത്തിട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കുക. ഷാർക്ക് അടക്കമുണ്ട്. അവന്മാർ ഇത്തിരി ചാട്ടുള്ളവന്മാരാണ്. തീറ്റിടുമ്പോൾ ചിലപ്പോൾ ചാടാൻ സാധ്യതയുണ്ട്. അതാണ് ഈ നെറ്റ് ഗ്രില്ല് വെച്ചേക്കണത്. അതാണ് പ്രാന്തന്മാരാണ്, അങ്ങാടും ഇങ്ങോട്ട് ഓടും. മീനൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലോട്ട് പോവാ. ചിമ്പൂട്ടൻ്റെ കൂട് സെറ്റാക്കിയിട്ട് വരാം. നല്ലൊരു മഴയായിരുന്നു, ഫുള്ള് മഴക്കാരൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് മഴ മാറിയിട്ടുണ്ട്. ക്ലീനിങ് പരിപാടിയും കൂടി ഉണ്ട്. ഇവിടെ കുറച്ച് പുളിയിലയുടെ വേസ്റ്റ് കിടക്കുന്നുണ്ട്, പുളിമരത്തിൽ നിന്ന് വീണത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. ഇതിലാണ് രാവിലെ മുകളിൽ നിന്ന് കാണിച്ച വാഴ ഇവിടെ കിടക്കാറുണ്ട്. നേരത്തെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മഴ വന്ന്, അതാണ് ഇപ്പോൾ കുറച്ച് നേരം എടുക്കണത്. ബ്രൂട്ടൻ്റെ ഇതാണ്. അവൻ അടുക്കളയുടെ അവിടെ നിന്ന് കല്ലൊക്കെ എടുത്ത് വന്ന് എടുത്തിടും. ചോക്ക ജിംബ്രോ, ജിംബ്രോ വാ ഇടാ, ജിംബ്രോട്ടോ ഉണ്ട്. ജിംബ്രോമാരും വാ വാ ജിംബ്രോ വാ. ഉറക്കത്തിലായിരുന്ന ആള് ആയതുകൊണ്ടേ ആള് ഇന്നലെ രാത്രി ഫുള്ള് മഴയത്ത് കളിച്ച് ഇപ്പം നനഞ്ഞിട്ട് ഇപ്പം തുടച്ച് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നടപ്പാണ്, അങ്ങാടും ഇങ്ങാടും നടക്കും കുറച്ച് നേരം. ഇപ്പം എന്തോ ഒരു വലിയ എന്തോ കണ്ടിട്ടുണ്ട്, അതാണ് ആ പോക്ക്. ഇപ്പം കുഴിച്ച് വെച്ചേക്കണ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് അവൻ ഇങ്ങാട് അങ്ങനെ വരാത്തത്. എന്തോ മണത്ത് അടക്കമുണ്ട്. അതിനകത്തൊരു സ്ഥലമുണ്ട്, അത് കണ്ടിട്ടുണ്ട്. മിക്കവാറും അവിടെ കിടക്കാനുള്ള പരിപാടി ആയിരിക്കും. എത്ര പെട്ടെന്ന് വിളിച്ചിടുമ്പോൾ അവൻ എന്തോ അവിടെ കുഴിച്ചിടാനായിട്ടുള്ള പരിപാടിയാണ്. അത് തന്നെയാണ് ഇനി ഇവിടെ കിടക്കും മിക്കവാറും. അത് കാണിക്കണണ്ട, മൂക്കും കൂടെ വിളിക്കണത്. അവിടെ കിടന്നിട്ടുണ്ട്. അത് കുഴിച്ചിട്ടിട്ട് ഇനിവനെ വിളിക്കണ്ട, ഇവനോട് ഇരിക്കട്ടെ, നമുക്ക് അവിടെ പോയി പണിയൊക്കെ ചെയ്തിട്ട് വരാം. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആളെന്നൊക്കെ മുമ്പ് എത്തി. ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാടുവാ ബ്രോ, എന്തോ ഇങ്ങനെ മണത്ത് അടക്കണയാണ് വെച്ചാൽ. എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പുളിയുടെ വേസ്റ്റ് പിന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുപോയി അപ്പുറത്തൊരു കുഴി ഉണ്ടാകാൻ കൊണ്ടുവിടാം. ഇവിടെ ജിംബ്രു പറയല്ലോ, അവൻ കല്ലൊക്കെ എടുത്തും പോകും. കല്ലൊക്കെ എടുത്തും പോകും. എൻ്റെ ഫ്രണ്ട് ചെറിയൊരു കൃഷിയിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പേരെന്താന്നാവും. ഉള്ള പണിയാണ് മച്ചാൻ ഇവിടെ അതൊക്കെ അലമ്പാക്കുന്നുണ്ട്. അവനെ എത്രയും പെട്ടെന്ന് മാറ്റണം. നമുക്കൊരു മമ്മട്ടി എടുത്തിടും പോയിട്ട് നേരെ ആ പണിയൊക്കെ ചെയ്യാം. മമ്മട്ടി എടുത്തിട്ട് പോവാം. മമ്മട്ടി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി പണിയൊക്കെ ചെയ്യാം. ജിംബ്രോ എൻ്റെ ഒപ്പം നടക്കണ്ട്. ചക്ക അടിയിലുണ്ടായി. അടിയിലെ ചക്ക ഞാൻ കാണലുണ്ടായിരുന്നു, പക്ഷേ മുകളിൽ അവിടെയൊക്കെ ഉണ്ടായത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കാണണം. പറമ്പിൽ ആകെ വെള്ളമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ സാധാരണ മഴ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതാ ഒരു കളർ ഡിഫറൻസ് ഉണ്ടാകും. അവിടം വരെയും വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മഴ നല്ലോണം വരുമ്പോൾ വരും. നേരെ പോയിട്ട് മമ്മട്ടി എടുത്തിട്ട് പണി തുടങ്ങാം. കുറച്ച് നേരമായി ഇപ്പം. ഇടുവാ ജിംബ്രോ, വെളിച്ചിട്ട് മഞ്ഞില്ലേ. മട്ടിയും ചട്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പുളിയെല്ലാം എടുത്തിട്ട് ഇതിലോട്ടിടാം. വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാ. ക്ലീൻ ചെയ്തിട്ട് ഇത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഇവിടെ തുടങ്ങാം. അവിടെ കിടക്കണ്ട് എന്താ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആള്. നമുക്ക് നേരെ ഇത് കുറച്ചുണ്ട്, അടുത്ത റൗണ്ടിൽ അതെടുത്തിട്ട് കൊണ്ടുപോകാം. നേരെ എടുത്തേക്കാം. ഇവിടെ വരെ മിക്കവാറും നമ്മുടെ ഒപ്പം. ഇവിടെ ഒരു വേസ്റ്റ് ഒക്കെ ഇടുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു കുഴിയായിരുന്നു, ഇപ്പോൾ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇതാക്കി തൊട്ടാ. എടുത്തിട്ട് വരാം. ഒരു 3 ചട്ടി അത്ര ഉണ്ടാവുള്ളൂ. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ക്യാമറ ഫോൺ വെക്കാൻ പറ്റിയ സ്ഥലമാണ്, അത് തള്ളിയിടണം.
കൂടെ ഒരു പട്ടിക്കുഞ്ഞു പോയി, അതിനാണ് ആ കയറുന്ന് വെച്ചുണ്ടാക്കണത് അവിടെ കിടന്ന്. പിന്നെ ഇന്ന് വിട്ടൂല, അവൻ അങ്ങാടും ഇങ്ങാടും പോയി നോക്കിക്കണേന്. അവിടെ ഒരു ബെല്ലടിക്കണ്ട ആരാണ്ട് റോട്ടിൽ കൂടി പോയിട്ട് അതിനെ പിടിക്കണം. അവൻ ആരാന്ന് നോക്കണം, അതാരാന്ന് നോക്കാൻ പോണം. അവൻ ആരാന്ന് കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്നാവോ, അങ്ങാടും ഇങ്ങാടും നടക്കണ്ടാവൻ. ചെറിയ ചെറിയ പ്രാണിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനെയൊക്കെ അവൻ പിടിക്കും. കാണണ്ടാന്നോ ക്യാമറയിൽ എത്ര മാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. കിടക്കണ കുപ്പി അതൊക്കെ എടുത്ത് വന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നീ മാവിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഇടാം. അതാണ് അവൻ്റെ ഹോബി. ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. ഫുള്ള് മഴക്കാരുള്ളൊരു കാലാവസ്ഥയാണ്. ഇവിടെ ഒരാൾ കുപ്പി കൊണ്ട് അങ്ങാടും ഇങ്ങാടും നടക്കണം. കാറ്റാണ് പുറത്ത്. ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കണേ. ഇവിടെ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ്. അവൻ പോയത് അവിടെ ഇരിക്കണം. വല്ല ഓലമട എന്തെങ്കിലുമൊക്കെ വീണാലേ അപ്പൊ പിടിച്ചെടുത്തേക്കണം അവനെ. ഭയങ്കരമായ കാറ്റാണ്. അവിടെയൊക്കെ മരമൊക്കെ ഇതായി. ചുഴലിക്കാറ്റാണ് എന്താണെന്നൊന്നും മനസ്സിലാവുള്ള. ഭയങ്കര പേടിച്ച് ആകിയതായി. അവിടെയൊക്കെ മരമൊക്കെ ഇതായി ചെരിഞ്ഞ്. റംബൂട്ടാനെ മരം ഇടുന്നത്. അവിടെ അടക്കാമരം. ആകെ ഒരു എന്താണെന്നൊന്നും മനസ്സിലാവുള്ള. മഴയാണ്. ഇങ്ങോട്ട് ആകെ പേടിച്ച് പാറാത്തേറി ഇരിക്കുന്നുണ്ട്. ഭയങ്കര ശക്തമായ കാറ്റാണ്. ഞാൻ ഇപ്പൊ പറയണ വോയിസ് കേൾക്കണ്ടെന്ന് അറിയൂല. ഉണ്ടായിരുന്ന അച്ഛൻ്റെ വളർത്ത് കൃഷിയൊക്കെ ചെറുതായിട്ടൊന്ന് കാറ്റത്ത് ഇതായിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ഭയങ്കരമായ മഴയാണ്. കാറ്റാണ്. എന്നാലും ഇവൻ അകത്തോട്ട് കയറാനുള്ള. അപ്പൊ ഞാൻ മേത്തൊരു തുണിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും അവൻ അകത്തോട്ട് കയറാനുള്ള കാറ്റും മഴയാണ്. ഇങ്ങോട്ട് അപ്പൊ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട് ഞാൻ. അവന്റെ കൂടിന്റെ അവിടുത്തെ ഒരു ആകെ ഒരു ശൂന്യതമായ ഒരു അവസ്ഥയാണ്. ഒരു പട്ടി പോയി. അപ്പൊ അതിനുള്ള ഇതാണിത്. ഞാൻ ബെൽറ്റ് പിടിച്ചു വെച്ചേക്കാണ്. മഴയത്ത് അവൻ ഇറങ്ങും. അവിടെ ഒരു പട്ടി കണ്ട് പുറത്ത്. അപ്പൊ അതിന്റെയാണ് അത്. പുറത്തോട്ട് പോകണമെന്നുണ്ട്. എന്നാ മഴയുമാണ്. ആകെ ഒരു ഇതിൽ നിൽക്കണ ഇവിടെ. ബെൽറ്റിന് കൈ വിട്ടിട്ടുണ്ട്. ചിലപ്പോ ഓടും. പിന്നെ നോക്കണപ്പ എൻ്റെ ഇവിടെ ഇരിക്കണ്ട്. അവിടെ റോട്ടിൽ കൂടി ഇങ്ങനെ ആൾക്കാരൊക്കെ നടന്നുകൊണ്ട് അവിടെ നോക്കിക്കണേണ്. ഇങ്ങനെ വിളിക്കണമെങ്കിൽ വന്നെങ്കിൽ ഈ ബോള് തട്ടണം. സാധാരണ ഈ ബോള് തട്ടുമ്പോൾ അവൻ വരാറുണ്ട്. വാ ഇല്ല, അവനവിടെ നോക്കണേ. മഞ്ഞോ വേണ്ടെന്നുള്ളതിൽ നോക്കണേണ്. ബോൾ ചെറുതായിട്ട് അങ്ങനെ തട്ടിക്കൊടുക്കുക. ചിലപ്പോൾ വരും. ചിലപ്പോൾ അവൻ പോയിട്ടുണ്ട്. അവിടെ ബോൾ തട്ടുണ്ട്. നിൽക്കണ്ട്. റോട്ടിൽ കൂടി പോകുന്ന ആൾക്കാരൊക്കെ നോക്കിക്കും. വലിയ കുരക്കൊന്നുമില്ല, എന്നാലും നോക്കിക്കും. ഇങ്ങനെ കൊടുത്തു നോക്കുക. ചിലപ്പോൾ അവൻ ഓടി ഇരിക്കും. അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല. അവൻ ഓടുന്നുണ്ട്. എന്നാലും പഴയതുപോലെ ഇല്ല. സാധാരണ സമയത്ത് അവൻ ഓടിയിട്ട് ബോൾ തട്ടും. ഇപ്പൊ തട്ടണമൊന്നുമില്ല. മഴക്കാലമായോണ്ടായിരിക്കാം. ബോൾ നമുക്ക് ഒന്നുകൂടി തട്ടി കൊടുക്കാം. ഒന്ന് ഓടട്ടെ, ബ്ലഡൊക്കെ ഒന്ന് ഓടട്ടെ. അവൻ കളിക്കണമെന്നില്ല. അവൻ ആകെ ഒരു മൂഡ് ഓഫ് ആയി ഇരിക്കണേണ്. മഴക്കാരൊക്കെ ഉള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് ജിമ്പോട്ടിനും വലിയ ഉഷാറൊന്നുമില്ല. എന്നാലും അവനിങ്ങനെ നിൽക്കണം. ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിൽക്കണേണ്. മാങ്ങയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട് മാങ്ങയൊക്കെ. വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ മഴ ചെറുതായിട്ട് പൊടിയുണ്ട്. ഞാൻ ചെറുതായിട്ട് ജിമ്പോട്ടെ വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോവാം. ജിംബ്രോ വാ 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 വാ. വിളിച്ചിട്ട് വന്നില്ല. അവിടെ തന്നെ നിൽക്കണേണ്. പിന്നാക്കിയതായിരുന്നു രാവിലെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ. പക്ഷെ ഇപ്പോൾ വൈകിട്ടായപ്പോൾ പിന്നെയും പുളിയൊക്കെ വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ക്ലീൻ ചെയ്യണം. ഒരു വെള്ളം കൂടിയാണ് നോക്കിയേക്കാം. ഇത് രാവിലെ കാണിച്ചപ്പോൾ
വെള്ളം കുറവാണ്. വെള്ളത്തിരി കൂടിയിട്ടുണ്ട്. എന്നാലും പണ്ടത്തെ പോലെ ആയിട്ടില്ല. ആ വാഴിപ്പുളം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അവിടെ. ഇത് സാധാരണ ഇവിടം വരെ വെള്ളം കൂടാറുണ്ട്. ഭൂമാവണിയിലല്ല, ആ ഒരു കുറ്റി പൊന്തിക്കാണല്ലോ, അവിടം വരെയൊക്കെ വെള്ളം വരാറുണ്ട് സാധാരണ മഴക്കാലത്ത്. ഇമ്പോർട്ടൻ്റ് കൂടുതൽ ഇങ്ങനെ തന്നെ കിടക്കണേണ്. ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഞങ്ങളുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്നൊരു ഷീറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ അടിക്കാന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ വെള്ളം മുകളിൽ നിന്ന് തന്നെ വെള്ളം നേരെ ഇതുമ്പോഴും ഇവിടെ നിന്ന് തന്നെ വെള്ളം നേരെ വന്നിട്ട് ഇതിങ്ങനെ വന്നത് ഇവിടെ ആയിട്ടാണ് വീണത്, തെറിക്കണത്. അപ്പോൾ ചിമ്പൂട്ടിന് അവിടെ നിൽക്കുമ്പോൾ ഇറിറ്റേഷനാണ് ഉണ്ടാവുക. അപ്പോൾ കൂട്ടി കയറണില്ല. കുറച്ച് ഷീറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഇതുണ്ടാക്കാന്ന് വെച്ചിരിക്കണേണ്. ഇത് ഇവിടെ നിന്നായിട്ട് ഒരു ഷീറ്റ് ഇങ്ങനെ ആക്കാന്ന് വെച്ചിരിക്കണേ. നിങ്ങൾക്കുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാറിൻ്റെ അങ്ങോട്ട് കയറ്റിയിടാം അല്ലെങ്കിൽ അവൻ മഴയത്ത് തട്ടിക്കളിക്കുക. അവിടെ നിന്ന് നോക്കണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നാളെ അപ്പോൾ ഇത് നല്ല വ്ളോഗായിട്ട് വരാം. കൊണ്ടുപോയിട്ടേ അവിടെ കൊണ്ടുപോയിടാം, അല്ലെങ്കിൽ മഴയത്ത് കളിക്കും. ഇപ്പോൾ ബോളുമ്പോൾ കയറി പിടിച്ചിട്ടുണ്ട്. എന്നാലും ബോളുമ്പോൾ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ബോൾ തട്ടി കൊടുക്കാം. ബോൾ തട്ടി കൊടുത്തിട്ടുണ്ട്. നോക്കിക്കണേണ്. പക്ഷേ അങ്ങാട് പഴയതുപോലെ അങ്ങോട്ട് ഓടണില്ല. വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ ഇതിന് നല്ലൊരു വ്ളോഗായിട്ട് വരാം. ഇന്നൊരു മഴക്കാലമുള്ള കാലാവസ്ഥ കൊണ്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. നാളെ നമുക്ക് ഇന്ന് കെട്ടിൻ്റെ അവിടെയൊക്കെ പോയിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടാം.